മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ തഹാവൂർ റാണ ഇന്ന് ഇന്ത്യയിലെത്തിക്കുമെന്നാണ് വാർത്ത. തഹാവൂർ റാണയുമായി യുഎസിൽ നിന്നുള്ള പ്രത്യേക വിമാനം ഉച്ചയോടെ ഡൽഹിയിലെത്തും. തിഹാർ ജയിലിലാകും പാർപ്പിക്കുക. റാണയെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വേണമെന്ന് NIA ആവശ്യപ്പെടും. വിനിത വിജയ് ഡൽഹിയിൽ നിന്ന് ചെയ്യുന്നുണ്ട്. വിനിത, ഗുഡ് മോർണിംഗ്. അപ്പോൾ തഹാവൂർ റാണ എത്തുന്നതോടെ മുംബൈ ഭീകരാക്രമണ കേസിലെ വ്യവഹാര വഴി വേറൊരു വഴിക്കൂടെ തുറക്കുകയാണ്. എപ്പോഴെത്തും, എന്തൊക്കെയാണ് തഹാവൂർ റാണയെ തിഹാറിൽ പാർപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ? വിനീത. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഇന്ന് ഉച്ചയോടുകൂടി എത്തിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. മുംബൈ ഭീകരാക്രമണ കേസിൽ ഇന്ത്യ കാത്തിരിക്കുന്ന കുറ്റവാളിയാണ്. ഭീകരാക്രമണ കേസിന്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണ എന്നാണ് കരുതുന്നത്. ഇതിനെതിരെ നേരത്തെ തന്നെ തഹാവൂർ റാണയെ വിട്ടു നൽകണമെന്നൊക്കെ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ US സുപ്രീം കോടതിയിൽ തഹാവൂർ റാണ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു. തന്റെ മതം, ഒപ്പം തന്നെ തന്റെ ദേശീയത എന്നിവയൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് വിട്ടു നൽകുകയാണ് എങ്കിൽ അവിടെ താൻ പീഡനത്തിന് ഇരയാകുമെന്നായിരുന്നു ആ ഹർജിയിൽ തഹാവൂർ റാണ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് US സുപ്രീം കോടതി ഈ ഹർജി തള്ളിയതിന് പിന്നാലെ തന്നെ NIA അടങ്ങുന്ന ഉദ്യോഗ സംഘം അമേരിക്കയിലേക്ക് എത്തി. ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് തഹാവൂർ റാണയെ കൈമാറിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വിമാനത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. ഡൽഹിയിലേക്ക് എത്തിച്ച തഹാവൂർ റാണയെ കോടതിയിൽ ഹാജരാക്കും. ശേഷം NIA കസ്റ്റഡിയിൽ വാങ്ങി വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ഇന്ത്യയിലെ 2 ജയിലുകളിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ഏർപ്പെടുത്തണമെന്ന് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ ആദ്യ ഘട്ടമെന്ന നിലയിൽ തിഹാർ ജയിലിലായിരിക്കും തഹാവൂർ റാണയെ പാർപ്പിക്കുക. പക്ഷേ അതിനുശേഷം പിന്നീട് ഒരുപക്ഷെ മുംബൈയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ മുംബൈയിലെ ജയിലിലും ഇതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ ഹർജി തള്ളിയതിന് പിന്നാലെ തന്നെ ഉദ്യോഗസ്ഥർ അമേരിക്കയിലേക്ക് എത്തുകയും മറ്റ് നടപടിക്രമങ്ങൾ വളരെ വേഗം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. 2008 നടന്ന ഈ മുംബൈ ഭീകരാക്രമണത്തിൽ ഏതാണ്ട് 166 പേരാണ് കൊല്ലപ്പെട്ടത്. 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലെ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിൽ തഹാവൂർ റാണയ്ക്ക് പങ്കുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ത്യയിൽ തഹാവൂർ റാണ നിയമ നടപടികൾ നേരിടുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ പ്രത്യേക വിമാനം തഹാവൂർ റാണയുമായി ഡൽഹിയിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഹാഷ്മി.